പ്രതികരിച്ചില്ല, ഇതൊരു വളമായിട്ട് എടുത്ത് നാളെ നമുക്കെതിരെ ഇതുപോലത്തെ പരാതികൾ വരുമ്പോൾ പോലീസ് അവരോടൊപ്പം ഇരയോടൊപ്പം 2 പേരിട്ട് വിളിക്കുക, ഇരയോടൊപ്പം വേട്ടക്കാരനോടൊപ്പം എന്ന് പറഞ്ഞിട്ട് 2 പേര് ഓമന പേരിട്ട് വിളിച്ചിട്ട് എന്ത് തോന്നിവാസങ്ങളും നടത്താനാണെങ്കിൽ ഉടുക്കാതെ നടക്കുന്നതിന് ഇവിടെ ഒരു പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഉടുക്കാതെ നടന്നത് കണ്ടുപോയതാണല്ലേ, ഡ്രസ്സില്ലാതെ നടന്നത് കണ്ടുപോയാൽ അതിനെതിരെ പരാതിയാണ്. അത് പീഡനമായിട്ട് എഴുതി പീഡനം എന്ന് പറഞ്ഞ ഒരു പേരിട്ടിട്ട് കേസെടുക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ അല്ലേ. പൊതുമധ്യത്തിൽ ഉടുക്കാതെ നടക്കുക, അതിനൊരു പ്രശ്നമില്ല. അത് കണ്ടുപോയാൽ കണ്ണുകൾക്കെതിരെ കേസാണ്. അല്ല, അത് കണ്ടുപോയതിൻ്റെ പേരിൽ അവർക്കെതിരെ കേസ്. അതിനെതിരെ പ്രതികരിച്ച് ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ കണ്ടതാ ബോച്ചൻ്റെ കേസിലൊക്കെ. ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പൊതുമധ്യത്തിൽ ഇത്ര ഡ്രസ്സുകൾ ഇടണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ബോച്ചക്ക് അല്ലേ കുറേ ആളുകൾക്കെതിരെ കേസെടുത്ത്. അതാണ് ഇവിടുത്തെ നിയമം. ഉടുക്കാത്തവരെ സപ്പോർട്ട് ചെയ്യും, ഉടുത്തവരെ ആരും സപ്പോർട്ട് ചെയ്യൂല. ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞല്ലേ, ഉടുക്കാത്ത ആളുകൾക്ക് ഇവിടെ നല്ല പൊതുമധ്യത്തിലൂടെ എന്തല്ലേ ഡ്രസ്സില്ലാതെ നടന്നു ഓർക്ക് നല്ല സപ്പോർട്ടാണ്. ഉടുത്തു നടന്നവർക്ക് ഒരു മോശക്കാരാണ്, ഇവിടുത്തെ സമൂഹം അതാണ്.